സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന പാകിസ്ഥാനിൽ ഇന്ധനവില വർധനവ് ജനജീവിതം അതീവ ദുസ്സഹമാക്കുന്നു. ലാഹോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പെട്രോൾ വില കുതിച്ചുയരുന്നതോടെ സാധാരണക്കാരും വിദ്യാർത്ഥികളും വലിയ പ്രതിസന്ധിയിലാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷാവസ്ഥയാണ് പാകിസ്ഥാനിലെ ഇന്ധന വിപണിയെ കൂടുതൽ വഷളാക്കുന്നത്. ഇക്കഴിഞ്ഞ 2 രാത്രി വൈകി പാകിസ്ഥാൻ സർക്കാർ പെട്രോൾ വില ലിറ്ററിന് 137 രൂപയിലധികം വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ വില റെക്കോർഡ് നിരക്കായ 458.40 രൂപയിലെത്തി. ഡീസലിന് ലിറ്ററിന് 520.35 പാകിസ്ഥാൻ രൂപയാണ്. ലാഹോറിന്റെ തെരുവുകളിൽ ഉയരുന്നത് പ്രതിഷേധങ്ങൾക്കൊപ്പം സാധാരണക്കാരുടെ നിലവിളി കൂടിയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പിന്നാലെ പെട്രോൾ വില വർദ്ധിച്ചത് വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും ഒരേപോലെ ബാധിച്ചു. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നതിനൊപ്പം അവരുടെ ആശങ്കകളും പങ്കുവെക്കുന്നു. പെട്രോൾ അടിക്കാൻ പണമില്ലാത്തതിനാൽ ബൈക്കുകൾ വീട്ടുമുറ്റത്ത് അലങ്കാര വസ്തുക്കളായി മാറ്റേണ്ട അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. अगर हम काम भी करें जो मर्जी करें हम कर रहे हैं अल्हम्दुलिल्लाह सारा कुछ, लेकिन ये हम कैसे मैनेज कर सकते हैं इतना पेट्रोल? आप ही हमें बता दें। फिर हम तो आपसे यही कहना चाहेंगे, क्योंकि ना 70 साल से किसी ने, ना हमारे बड़ों ने कुछ किया, ना हमारे में वो आदत है बाहर निकलने वाली. तो ये देखें डलवाने आए हुए हैं पेट्रोल सारे, लेकिन अगर यही लोग सारे एहतजाज करें हुकूमत के खिलाफ तो फिर कुछ हो सकता है. പാകിസ്ഥാനിലെ ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ പോലും ഇപ്പോൾ ആഡംബരമായി മാറിക്കഴിഞ്ഞു. ഇന്ധനവില ഇനിയും വർദ്ധിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പാകിസ്ഥാനെ പോലെയുള്ള തകർന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. രാജ്യത്തെ ഗതാഗത സംവിധാനമാകെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്ത പക്ഷം ജനരോക്ഷം ആളിപ്പടരും. ജനം, ഡൽഹി.